തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥിയും കണ്ടെത്തി. പ്രതി ഭവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത്. മറ്റൊരു പ്രതിയായ അനീഷയുടെ വീട്ടിലെ പരിശോധനയിൽ ആദ്യ കുട്ടിയുടെ അസ്ഥി കണ്ടെത്തിയിരുന്നു. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, രണ്ടാമത്തെ കുഞ്ഞിന്റെയും അസ്ഥി കണ്ടെത്തിയ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും നടപടികൾ? കേസിൽ തെളിവ് ശേഖരണമാണ് പോലീസ് ഇന്ന് നടത്തിയത്. രാവിലെ പ്രതി അനീഷയുടെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തി. അനീഷ മൊഴി നൽകിയത് പ്രകാരം വീട്ടിലെ വളപ്പിൽ 2 സ്ഥലങ്ങളിലായിട്ടാണ് കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടത്. 2 സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തി. അതിൽ നിന്നും കുട്ടിയുടെ ബാക്കിയുള്ള അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് പോലീസ് പ്രതിയായ ഭവിന്റെ വീട്ടിലെത്തിയത്. ഭവിന്റെ വീട്ടിന്റെ പുറകിലുള്ള തൂണിലാണ് ഭവിൻ ഇത്തരത്തിൽ കുഴിച്ചിട്ടതായി അറിയിച്ചിട്ടുള്ളത്. തൂണിൽ നല്ല വെള്ളം ഒഴുക്കുണ്ടായിരുന്നു. മണ്ണിട്ട് വെള്ളം വരുന്നത് തടഞ്ഞതിന് ശേഷമായിരുന്നു പോലീസിന്റെ പരിശോധന. മണ്ണരിച്ച് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ഒരു അസ്ഥി കണ്ടെടുത്തിട്ടുണ്ട്. ആദ്യം അനീഷയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് ഇവർക്ക് ജനിച്ച ആദ്യത്തെ കുട്ടിയുടെ അസ്ഥിയാണ്. രണ്ടാമത്തെ ഭവിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് രണ്ടാമത്തെ കുഞ്ഞിന്റെ അസ്ഥിയുടെ ഭാഗങ്ങളാണ്. കേസിൽ ധന്യ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട തെളിവുകളാണത്. DNA പരിശോധന ഉൾപ്പെടെയുള്ളതാണ് ഇത് നടത്തും. ഫോറൻസിക് ശാസ്ത്രീയ പരിശോധനകളും ഇക്കാര്യത്തിൽ നടത്തും. നേരത്തെ കേസിൽ അനീഷ മൊഴി നൽകിയത് പ്രകാരം യൂട്യൂബ് നോക്കിയാണ് താൻ പ്രസവിച്ചത് എന്ന തരത്തിലൊക്കെ അനീഷ മൊഴി നൽകിയിരുന്നു. താൻ ലാബ് ടെക്നീഷ്യനാണ്. അതിന്റെ ആ കോഴ്സ് സംബന്ധിച്ച പഠനവും ഇക്കാര്യത്തിന് സഹായകമായി എന്ന് അനീഷ മൊഴി നൽകിയിരുന്നു. എന്തായാലും മൊഴിയെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അല്പസമയത്തിനകം ഇരിങ്ങാലക്കുട കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. ശരി.